അല്ല, ഇതിനകത്ത് തൃശ്ശൂർ പൂരം ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇത് ഒരു സീക്വൻസ് ഓഫ് ക്രൈമാണ്. ഈ BJP യെ സഹായിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ, പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ ഒരു ക്രൈമാണ് യഥാർത്ഥത്തിൽ. ഒരു പാർട്ടി പ്രവർത്തന, ഒരു പൊതുപ്രവർത്തന രീതിയിൽ ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഒന്നാം പിണറായി സർക്കാർ മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. അത് സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ ഇടപാടുകൾ, സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അങ്ങനെ ഇത് തുടങ്ങി അവസാനം ഇപ്പോൾ ഇതെത്തി നിൽക്കുന്നത് എക്സാലോജിക്കിലാണ്. അപ്പൊ ഇതിനകത്തുള്ള പ്രതികൾ ഒന്ന് പിണറായി വിജയന്റെ കുടുംബം, അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആശ്രിത വത്സരായ ആളുകൾ, ഇവരൊക്കെ ഓരോ ഘട്ടത്തിലും ഈ ക്രൈമിന്റെ ഭാഗമായ ആളുകളാണ്. അപ്പൊ അത് സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ അപ്പുറത്തേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് കടന്നപ്പോൾ ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രീ അജിത് കുമാർ, MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമസ്കാരം. തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി വിജയിച്ചത് എങ്ങനെയെല്ലാമാണ് അട്ടിമറി സൃഷ്ടിച്ചത്? ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 2019 ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടൊന്ന് പരിശോധിക്കാം. 2019 ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് 2,93,822 വോട്ടാണ്. അന്ന് ഇപ്രാവശ്യം കിട്ടിയ സുരേഷ് ഗോപിക്ക് 4,12,338 വോട്ടാണ്. അതായത് 1,18,506 വോട്ടാണ് കൂടുതൽ കിട്ടിയത്. 1,18,506 വോട്ട് കിട്ടണമെങ്കിൽ എന്തുമാത്രം അട്ടിമറികൾ നടന്നിട്ടുണ്ടാവും? കാരണം സുരേഷ് ഗോപി അവസാന കാലഘട്ടത്തിൽ അവിടെ നിന്ന് മാറിയിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് സുഖമില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് പൂരം അട്ടിമറി നടക്കുന്നത്. പൂരം അട്ടിമറി നടന്നത് എങ്ങനെയാണ്? പോലീസിൻ്റെ സഹായത്തോടു കൂടി സേവാഭാരതിയുടെ വണ്ടിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി രാത്രി അദ്ദേഹം ഇതിനുവേണ്ടി പോരാടുന്ന ഒരാളാക്കി മാറ്റിക്കൊണ്ട് ബാക്കി സുനിൽകുമാറിനെയും അതേ കെ മുരളീധരനെയും അവിടെ കയറാൻ സമ്മതിക്കാതെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രചരണ കോലാഹലം പിണറായി വിജയൻ പ്ലാൻ ചെയ്തത്. വൈകുന്നേരം ഇത് രാത്രിയാകുമ്പോഴേക്ക് ഇത് പടക്കം പൊട്ടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കുകയും പലതരത്തിൽ അവിടെ വിമുഖത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസ് തന്നെ അവിടെ പല ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്തതോടെ അതിനെ നേരിടാൻ വന്ന ഒരാളെന്ന രൂപത്തിൽ ധീര പോരാട്ട നായകനാക്കി സുരേഷ് ഗോപിയെ മാറ്റുക എന്നുള്ളതായിരുന്നു തന്ത്രം. അത് കൃത്യമായി തന്നെ ADGP അജിത് കുമാർ നിർവഹിച്ചു. ആ നിർവഹിച്ചത് വഴി അവിടെ ഉണ്ടായിട്ടുള്ള നേട്ടം എന്താ? ഒറ്റയടിക്ക് അദ്ദേഹത്തിന് 1,18,506 വോട്ടാണ് അധികം കിട്ടിയത്. പക്ഷേ അത് മുഴുവൻ അദ്ദേഹത്തിന് ഈ വഴിക്ക് കിട്ടി എന്ന് പറയാൻ പറ്റില്ല. 1,18,000 വോട്ട് കുറയുമ്പോൾ BJPയുടെ ഒരു 50,000 വോട്ട് ടോട്ടൽ തന്നെ കൂടുതലായി പ്രാവശ്യം പോളിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് പോളിംഗ് നടന്നതെന്നറിയാമോ? കഴിഞ്ഞ പ്രാവശ്യം പോളിംഗ് നടന്നത് 10,30,367 ഇത്തവണയോ 10,90,986. പേഴ്സൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞിട്ടും ഇത്തവണ 10,90,996 വോട്ട് ഇടുമ്പോൾ ഏകദേശം 50,000 വോട്ട് ഇത്തവണ അധികമായി പോളിംഗ് നടന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നൊരു കാര്യം, കെ മുരളീധരൻ പറയുന്നൊരു പ്രധാന കാര്യം, ഇവിടെ ഇല്ലാത്ത ധാരാളം ആളുകളെ പേരിൽ ഇവിടെ വ്യാജ വോട്ടുകൾ ചേർത്തി പല സ്ഥലങ്ങളിലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്തി പല ഫ്ലാറ്റുകളിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJP പ്രവർത്തകരെ ഇവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുകയും പല BJP പ്രവർത്തകർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ, വീടുകൾ എന്നിവ വഴി ഏകദേശം 50,000 വോട്ടുകൾ ശേഖരിച്ചു. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് ഏകദേശം ശരിയാവാനാണ് സാധ്യത. അതായത് കൂടുതൽ വോട്ട് 50,000 വോട്ട് ഇല്ലെങ്കിലും ഒരു 30,000 വോട്ടെങ്കിലും അങ്ങനെ ചേർത്തിയിട്ടുണ്ട്. CPM-കാരും അത് പിന്നിലല്ല. CPM-ന് കഴിഞ്ഞ തവണത്തെ കിട്ടിയതിനേക്കാൾ 20,000-ഓളം വോട്ടുകൾ അധികം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ രാജാജി മാത്യു CPIക്ക് 3,21,456 വോട്ടാണ് കിട്ടിയത്. ഇത്തവണ വി സുനിൽകുമാറിന് 3,37,622 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം 16,000-ഓളം വോട്ട് അധികമായിട്ട് സുനിൽകുമാറിന് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വോട്ട് കുറഞ്ഞത് എവിടെയാണ്? മുരളീധരനാണ്. അതായത് കഴിഞ്ഞ തവണ TN പ്രതാപിന് കിട്ടിയ 4,15,089 വോട്ടാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ 3,28,124 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഏകദേശം 86,865 വോട്ടിൻ്റെ വ്യത്യാസം. ഈ 86,825 വോട്ട് താഴേക്ക് പതിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് 1,18,000 വോട്ട് സുരേഷ് ഗോപിക്ക് അധികം കിട്ടി എന്നുള്ളതാണ്.
ഇതെങ്ങനെ ഇതിലിപ്പോൾ അധികമായി വന്ന വോട്ട് മറ്റാൾക്ക് കയറി പോയിട്ടുണ്ട്. അതിലൊരു 30,000 വോട്ട് കിട്ടിയാൽ ബാക്കി ഏകദേശം 70-80 വോട്ട് ആരുടെ വോട്ടാണ്? ഈ 86,000 വോട്ട് UDFിൻ്റെ വോട്ട് തന്നെയാണ് BJPക്ക് പോയിട്ടുള്ളത്. അത് UDFിൽ പോകുമ്പോൾ അതിന് കാരണം പൂരം മാത്രമല്ല, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. CPMൻ്റെ വോട്ട് മറിഞ്ഞിട്ടുണ്ട്. CPMൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ട് വീതം മറക്കണമെന്നുള്ളതാണ് പ്ലാൻ ചെയ്തതെങ്കിലും ആവറേജ് ഒരു 20 വോട്ടൊക്കെ ഓരോ മണ്ഡലത്തിലും BJP CPM മറിച്ചിട്ടുണ്ടായി. അതിന് ഒരു ഗൂഢാലോചന നടന്നിരുന്നു. ഗൂഢാലോചന എവിടെയാണ് നടന്നതെന്ന് അറിയാമോ? പിണറായി വിജയനെ നേരിട്ട് പാർട്ടി ഓഫീസിൽ പോവുകയും അവിടെയുള്ള എല്ലാവരെയും മാറ്റി നിർത്തുകയും എം വർഗീസും അതേപോലെ AC മൊയ്തീനും MK കണ്ണനുമായിട്ടൊരു രഹസ്യ ഗൂഢാലോചന നടത്തുകയും ചെയ്തിരുന്നു. അത് വോട്ട് മറയ്ക്കാനുള്ള തന്ത്രം. പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ സംഘം എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിമാർ വരെയുള്ളതാണ്. അവർ വിചാരിച്ചാൽ മാക്സിമം ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ബൂത്തിൽ നിന്ന് 10-20 വോട്ട് 25 വോട്ട് മറിച്ചാൽ 25,000 വോട്ട് അവർ മറച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വോട്ട് കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ആകുമ്പോൾ എങ്ങനെ മറഞ്ഞു? 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ നിന്നും ആവറേജ് ഒരു 10,000 വോട്ട് വീതം 20,000 വോട്ട് അവിടെ നിന്ന് മറിഞ്ഞിട്ടുണ്ട്. അത് സുരേഷ് ഗോപി അവിടെ പ്രചരണ യാത്ര നടത്തുകയും അവിടെ ഉണ്ടായിട്ടുള്ള CPMൻ്റെ അടക്കം വോട്ടുകൾ അവിടെ നിന്ന് മറിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ 20,000 വോട്ട് അവിടെ നിന്ന് മറിഞ്ഞെങ്കിൽ പിന്നീട് തൃശ്ശൂരും അതേപോലെ നാട്ടികയും അതേപോലെ മണലൂരും അടക്കമുള്ള തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ വലിയ തോതിൽ വോട്ട് മറഞ്ഞു. പിന്നീടുള്ളത് നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഗുരുവായൂരും ഏകദേശം 10,000 വോട്ടുകളും UDFിൻ്റെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 60-70,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് അല്ലെങ്കിൽ UDFിൻ്റെ വോട്ട് മറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കിട്ടിയ കുറേ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ കൂട്ടിയാൽ തന്നെ 10,000-10,000 വോട്ട് അങ്ങനെ മറഞ്ഞിട്ടുണ്ടായിരിക്കാം. മൊത്തത്തിൽ എടുത്തുമ്പോൾ ശരിക്കും വോട്ട് മറച്ചത് ഈ തൃശ്ശൂർ പൂരത്തിൽ വഴിയാണ്. ഏകദേശം ഒരു 40,000-50,000 വോട്ട് ശരിക്കും പറഞ്ഞാൽ മറിഞ്ഞു. 50,000 വോട്ട് ഇങ്ങോട്ട് കുറഞ്ഞാൽ അതിനർത്ഥം 1,00,000 വോട്ട് കൂടി എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ 50,000 കുറയുമ്പോൾ അദ്ദേഹത്തിന് കൂടുന്നത് 50 അല്ല, അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ അത് കൂടി 1,00,000 എഫക്റ്റാണ് കിട്ടുക. അങ്ങനെയാണ് തൃശ്ശൂർ വിജയിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായും തൃശ്ശൂർ പോലെ അട്ടിമറിയും കരുവന്നൂർ ബാങ്ക് വഴിയുള്ള കിട്ടിയ വോട്ടുമാണ്. കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ? ഇപ്പോൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇലക്ഷൻ കഴിയുന്നവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ് അനിൽ അക്കരെ കൃത്യമായി വിശകലനം ചെയ്തു. പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇതില് പൂരം അട്ടിമറിച്ചു എന്ന് തന്നെയാണല്ലോ വരുന്നത്. അതെ. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഇതിനകത്ത് തൃശ്ശൂർ പൂരം ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇത് ഒരു സീക്വൻസ് ഓഫ് ക്രൈമാണ്. ഈ BJPയെ സഹായിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ, പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ ഒരു ക്രൈമാണ് യഥാർത്ഥത്തിൽ. ഒരു പാർട്ടി ഒരു പൊതുപ്രവർത്തന രീതിയിൽ ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയാണ്. അപ്പം എനിക്ക് ഒന്നാം പിണറായി സർക്കാർ മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. അത് സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ ഇടപാടുകൾ, സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അങ്ങനെ ഇത് തുടങ്ങി അവസാനം ഇപ്പോൾ ഇതെത്തി നിൽക്കുന്നത് എക്സാലോജിക്കിലാണ്. അപ്പം ഇതിനകത്തുള്ള പ്രതികൾ ഒന്ന് പിണറായി വിജയന്റെ കുടുംബം, അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആശ്രിത വത്സരായ ആളുകൾ, ഇവരൊക്കെ ഓരോ ഘട്ടത്തിലും ഈ ക്രൈമിന്റെ ഭാഗമായ ആളുകളാണ്. അപ്പം അത് സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ അപ്പുറത്തേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് കടന്നപ്പോൾ ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രീ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CBIയുടെ തലപ്പത്തുണ്ടായിരുന്ന അന്ന് കേരളത്തിൽ പിന്നെ കൊച്ചി സൂപ്രണ്ട് ആയിരുന്ന ആള് സ്ഥലം മാറിപ്പോവുകയും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ EDയുടെ കേരളത്തിലെ കേസുകൾ അന്വേഷിക്കുന്ന പ്രശാന്ത് സ്ഥലം മാറിപ്പോകുന്നതൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫ് മിഷൻ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ മാറി പുതിയ ആളുകൾ വന്ന് ഇരിക്കുന്ന ഈ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പിണറായിക്ക് അനുകൂലമായ രീതിയിൽ MR അജിത് കുമാറിന്റെ ശുപാർശ പ്രകാരം വന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കരന് ജാമ്യം കിട്ടിയ സാഹചര്യം, അത് ചികിത്സിക്കാൻ കിട്ടിയ ജാമ്യം അത് പിന്നീട് തുടർന്നു പോകുന്ന ഒരു സാഹചര്യം, അത് EDയുടെ ഒരു അനുമതിയില്ലാതെ ശിവശങ്കരന് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലാവ്ലിൻ കേസ് നീണ്ടു പോകുന്നത്, ഇത് കേസ് അന്വേഷിക്കുന്നത് പിന്നെ CBIയുടെ എറണാകുളം യൂണിറ്റ് ആണല്ലോ. സ്വാഭാവികമായും അവരും ഈ കാര്യത്തിൽ സീരിയസ് കാണിക്കുന്നില്ല എന്നുകൊണ്ടാണ് ലാവ്ലിൻ കേസ് എടുക്കാതെ പോകുന്നത്. ലൈഫ് മിഷൻ കേസും സമാനമായ രീതിയിൽ കൊല്ലം അഞ്ചാവാൻ പോവുകയാണ്. ഇതും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്, ആ കേസും എടുക്കുന്നില്ല.
അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രത്യേകിച്ച് പ്രശാന്ത് കുമാർ എന്ന് പറയുന്ന അഡീഷണൽ ഡയറക്ടർ സ്ഥലം മാറിപ്പോകാനുണ്ടായ സാഹചര്യം ഇതെല്ലാം കൂടി കാണുമ്പോൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നതൊക്കെ നോക്കുമ്പോൾ ഉറപ്പാണ് ഈ CBIയുടെ തലപ്പത്തും അതുപോലെ തന്നെ EDയുടെ തലപ്പത്തും വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യമുള്ള ADGP അനിൽകുമാറിന്റെ കൂടി താല്പര്യമുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പൊ സ്വാഭാവികമായും BJP സാമ്പത്തികമായ നേട്ടമല്ലല്ലോ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്, രാഷ്ട്രീയമായ നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനവർ തയ്യാറാക്കിയ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തൃശ്ശൂരിലെ സീറ്റുകളാണ്. അത് 3 വക്കോളം എത്തിയ സീറ്റുകളാണ്. അതിനകത്ത് തിരുവനന്തപുരം ആറ്റിങ്ങലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു, തൃശ്ശൂർ അവർ ജയിച്ചു എന്നുള്ളത് ഈ നീക്കങ്ങളുടെ ഭാഗമായി നടന്ന സംഭവം തന്നെയാണ്. ഇതിനകത്ത് വളരെ ക്ലിയറാണ്. പാർട്ടിയെയും പൊതുസമൂഹത്തെയും കേരളത്തിന്റെ മതേതരത്വത്തെയും സ്വന്തം കുടുംബത്തിനും സ്വന്തപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി പിണറായി വഞ്ചിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഇപ്പൊ അവിടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ സുരേഷ് ഗോപി 4,12,338 വോട്ടാണ് കിട്ടിയത്. അതേസമയത്ത് കഴിഞ്ഞ തവണ പ്രതാപന് 4,15,000 വോട്ട് കിട്ടിയിരുന്നു. കോൺഗ്രസിന്റെ വോട്ടാണ് ഏറ്റവും കുറഞ്ഞത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ല, അത് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിനെ നമുക്ക് മറുപടി പറയാതെ പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇതിനകത്തൊരു മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ UDFനോ കോൺഗ്രസിനോ അനുകൂലമായ വോട്ടുകളായിട്ടാണ് വരാറ്. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിന്റെ കണക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂര് നമുക്ക് 1,80,000 വോട്ടുകൾ കുറഞ്ഞിട്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനകത്ത് സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിന് തർക്കമുള്ള കാര്യമില്ല. LDFന്റെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പത്മജ രാജിവെച്ചു പോയ സാഹചര്യത്തിൽ ശ്രീ TN പ്രതാപനെ സ്ഥാനാർത്ഥി മാറ്റുകയും K മുരളീധരൻ വരികയുമ്പോഴുണ്ടായ ഒരു ആശയക്കുഴപ്പം UDFന്റെ പ്രവർത്തകരിലും വോട്ടർമാരിലും ഉണ്ടായി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. K മുരളീധരൻ പറഞ്ഞ ഒരു ആരോപണമുണ്ട്. 50,000 വോട്ടുകൾ വ്യാജ വോട്ടുകൾ അവിടെ ചേർത്തി BJP ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് എന്ന് പറയുന്ന ഒരു ആരോപണം പറഞ്ഞു. അത് എത്രമാത്രം ശരിയാണ്? അല്ല, 50,000 വോട്ടുകളൊന്നും ചേർത്താൻ കഴിയും ചെയ്യില്ല. അവസാന ഘട്ടത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ 2-3 ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും 2-3 ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചും അവർ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. എന്റെയൊക്കെ ഒരു നിരീക്ഷണത്തിൽ ഒരു 1,000-1,500 വോട്ട് ആണ് വിവിധങ്ങളായ കോൺസ്റ്റിറ്റ്യൂൻസി മാറ്റിക്കൊണ്ടുവന്ന് ചേർത്ത്. പക്ഷെ അവരുടെ വലിയ ഒരു ഹോംവർക്ക് എന്ന രീതിയിൽ തൃശ്ശൂർ പാർലമെന്റിനകത്ത് ഒരു 10,000-20,000 വോട്ടുകൾ തൃശ്ശൂരിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ താമസം മാറിപ്പോയ ഗുജറാത്തിലും അതുപോലെ തന്നെ മറ്റ് മഹാരാഷ്ട്രയിലുമൊക്കെ താമസം പോയ ആളുകളുടെ വോട്ട് ഇവിടെ ഒന്ന് ചേർത്തിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു 10,000-20,000 വോട്ടുകൾ അത്തരത്തിൽ വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വോട്ട് UDF ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ ചെറിയ ശതമാനം വോട്ടുകൾ അവസാന ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി പോയി എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തും എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പൂരം എത്രമാത്രം വോട്ട് മറിച്ചിട്ടുണ്ടോ ഓരോ നിയോജകമണ്ഡലത്തിലും UDFന്? കാരണം സാധാരണ ഈ കോൺഗ്രസിന്റെ ആൾക്കാരാണല്ലോ ഭക്തന്മാര്, CPMന്റെ ആൾക്കാർ അങ്ങനെ ഭക്തന്മാരില്ലല്ലോ. അല്ല, അത് തൃശ്ശൂർ പൂരത്തെ അങ്ങനെ ഭക്തന്മാരായി കാണാൻ കഴിയത്തില്ല. അത് മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും തൃശ്ശൂർ പൂരം എന്നുള്ളത് തൃശ്ശൂരിന്റെ ഒരു വികാരമാണ്. ഇപ്പൊ കുമ്മാട്ടി വരികയാണ്, അതിപ്പോ ഒരു ഹിന്ദു ആചാരപ്രകാരമാണ് നടക്കുന്നത് കൂടി. അത് ഞങ്ങളെല്ലാവരും ഒരു മതേതര സ്വഭാവത്തിലെടുത്ത് ഞങ്ങളെല്ലാവരും വികാരമായി എടുക്കുന്നതാണ്. ഇവിടെ ഉണ്ടായ ഒരു വിഷയം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂർ അസംബ്ലി സീറ്റിൽ UDF എന്നും ലീഡ് ചെയ്യേണ്ട ഒരു സീറ്റായിരുന്നു. സുരേഷ് ഗോപി അസംബ്ലിയിൽ മത്സരിച്ചപ്പോഴും ആ സീറ്റിനകത്ത് 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോയി വന്ന സാഹചര്യത്തിൽ തൃശ്ശൂർ അസംബ്ലി സീറ്റ് 1ാം സ്ഥാനത്തേക്ക് BJP എത്താണ്ടായ സാഹചര്യം പൂരത്തിന്റെ ഒരു ടച്ച് അതിനകത്ത് ഉണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അത് പരിസരങ്ങളിലായ അത് ബാധിച്ചത് ഒല്ലൂര് അത് ബാധിച്ചിട്ടുണ്ട്, നാട്ടികയിലും അത് ബാധിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥലത്തും അത് കൃത്യമായി ബാധിച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ ലൈഫ് മിഷൻ കരുവന്നൂർ കേസും ആഴത്തിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ കരുവന്നൂർ കേസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? എന്തെങ്കിലും നടന്നോ? അല്ല, കരുവന്നൂർ കേസിനകത്ത് സതീഷ് കുമാർ എന്ന് പറയുന്ന ആളും അരവിന്ദാശൻ എന്ന് പറയുന്ന ആളും ജയിലിലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏപ്രിൽ 5-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ, 5-ാം തീയതി MM വർഗീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതി അറിയിച്ച MM വർഗീസിനെ അറസ്റ്റ് ചെയ്യാതെ വിടുന്നത് അത് ഈ പറഞ്ഞ ADGP MR അജിത്കുമാറിന്റെ കൂടി സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അന്ന് അറസ്റ്റ് ചെയ്യാതെ പോയത്. അങ്ങനെ അന്ന് അറസ്റ്റ് ചെയ്തില്ല.
അതോടൊപ്പം തന്നെ 40 ലക്ഷം കണ്ടുകെട്ടുകയും പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെന്റ് പെർമനന്റ് അറ്റാച്ച്മെന്റ് ആക്കുകയും ചെയ്ത AC മൊയ്തീനെ കേസിൽ പ്രതിയാക്കിയില്ല. CPM ജില്ലാ കമ്മിറ്റിയെ പ്രതിയാക്കിയെങ്കിൽ കൂടിയും CPM ജില്ലാ സെക്രട്ടറിമാരെ പ്രതിയാക്കിയില്ല. അങ്ങനെ ആ കേസ് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ അവസാനിപ്പിച്ച രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് രണ്ടാം കുറ്റപത്രം കൊടുക്കാനുള്ള സമയമുള്ളതുകൊണ്ട് അത് നീട്ടി പോവുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയോടുകൂടി അത് ആ കേസ് പിന്നെ എഴുതി തള്ളിയ അവസ്ഥയിലാണ്. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ADGP അനിൽകുമാറുമായി ബന്ധമുള്ള ആളാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് വരെ ഈ കരുവന്നൂർ ബാങ്ക് ആയിരുന്നു ഏറ്റവും അധികം സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അല്ലെ, നമ്മളത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനകത്ത് അടുത്ത ഘട്ടം പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.